വി.ഡി. സതീശനെ പോലുള്ള നേതാക്കളൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസിനകത്ത് അടിയില്ല പിടിയില്ല ബഹളമില്ല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്ത് നല്ല രീതിയിലുള്ള പുകച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ പറയുന്ന പോലെ ഈ അവസാന ലാപ്പിൽ അതായത് മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ട് കോൺഗ്രസിലേക്ക് ചാടി കയറി വരുന്ന കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പൊ ഈ ഐഷ പോറ്റിയെ പോലുള്ള പ്രേംകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് സീറ്റ് കൊടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് അവർക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. സീറ്റ് വാഗ്ദാനം ചെയ്താണ് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ഇത് കോൺഗ്രസിനിടയിൽ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന, അതായത് വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, കോൺഗ്രസിനെ ആത്മാവായി കണ്ടു പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകർക്ക്, അണികൾക്ക് നല്ല രീതിയിൽ ചൊടിപ്പുണ്ടാക്കുന്നുണ്ട്. അതിന്റെ വലിയ പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മളിത് മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ പറയുന്ന അണികളെല്ലാം അല്ലെങ്കിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാവുന്ന ഒരു അവസ്ഥ ശരിയല്ലേ? തീർച്ചയായിട്ടും അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം ഇപ്പം ശശി വരുന്നു, പി.കെ. ശശി വരുന്നു, പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടിട്ടില്ല എങ്കിലും ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് വരുന്നത്. അവിടെ ഇപ്പം നമ്മൾ പ്രേംകുമാർ, ഐഷ പോറ്റി, അങ്ങനെ തുടങ്ങി നിരവധി. ഇപ്പം തൊട്ട് മുമ്പായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-യിൽ നിന്ന് ചാടി വന്ന സന്ദീപ് വാര്യര്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. ഇപ്പം നോക്കൂ, രമേശ് പിഷാരടിക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിനു മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ ബോൾഗാട്ടി, ചലച്ചിത്ര താരം, പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനു മുൻപ് തന്നെ ജഗദീഷിന് പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ സീറ്റ് നൽകുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം, നേരത്തെ വിദ്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവസരം കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, ഇവിടെ പിഷാരടിക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു. അതോടുകൂടി ആ മേഖലയിൽ, അല്ലെങ്കിൽ എവിടെയാണോ, തൃപ്പൂണിത്തുറയാണെങ്കിൽ ആ തൃപ്പൂണിത്തുറയിൽ ഇതുവരെ പ്രവർത്തിച്ച് ബാബു കട്ടിലൊഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് കാത്തിരിക്കുന്ന ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്നത് എന്താണ്? ഞാൻ ഇതിനകത്ത് ഇത്രയും കാലം കൊണ്ട് പ്രവർത്തിച്ചിട്ട് എനിക്ക് എന്താ പ്രയോജനം, എനിക്കൊരു സീറ്റ് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ട്. ഇപ്പൊ പ്രേംകുമാർ വരുന്നു. പ്രേംകുമാറിന് സ്ഥാനാർത്ഥി മോഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥി മോഹം ഉണ്ടെങ്കിൽ തന്നെ ഇൻ കേസ് പ്രേംകുമാർ എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു തന്നെ ഇരിക്കട്ടെ, അല്ല പ്രേംകുമാറിന് സ്ഥാനാർത്ഥി മോഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസ് വെച്ച് നീട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്. മൂന്ന് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് മത്സരിക്കാൻ. അപ്പൊ അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടാണല്ലോ ഇവരെയൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ P.K. ശശി തന്നെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല, ആരുടെ നിർദ്ദേശപ്രകാരമല്ല, ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഈ രാജിവെച്ചത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ ഞാൻ രാജി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ രാജിവെച്ചു പോകുന്നു. എല്ലാവർക്കും, മന്ത്രിക്ക് ഉൾപ്പെടെ ഞാൻ നിവേദനം കൊടുത്ത് അല്ലെങ്കിൽ രാജിക്കത്ത് നൽകി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് നോക്കിക്കോളാം എന്നുള്ളതാണ്. പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, UDF-ലേക്കോ കോൺഗ്രസിലേക്കോ ഞാൻ ചാടി പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ. ഇപ്പം വന്ന സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കും. ഇത്തവണ സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടിയില്ല, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തുടരില്ല. കാര്യം ഒരു വേദിയിൽ സീറ്റ് കിട്ടാത്തതിന്റെ പുറത്താണ് സന്ദീപ് വാര്യർ BJP വിട്ടത്. C. കൃഷ്ണകുമാറിന്റെ ഉള്ള പ്രശ്നം കാരണം വേദിയിൽ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഇടയിൽ അദ്ദേഹത്തിനകത്ത് വേദിക്കകത്ത് സീറ്റ് കൊടുത്തില്ല, പകരം പുറത്തിരിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിലുണ്ട് സന്ദീപ് വാര്യർ രാജിവെക്കുന്നു. BJP അംഗത്തിന്റെ രാജിവെച്ചിട്ട് നേരെ കോൺഗ്രസിലേക്ക് ചാടുന്നു. നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്താണ് ഐഡിയോളജി ഉള്ളത്? അതായത് ഒരു രാഷ്ട്രീയമാകുമ്പോൾ ആ രാഷ്ട്രീയത്തിനോട് ഒരു താതാത്മ്യം പ്രാപിക്കലുണ്ട്. ഇപ്പം എങ്ങനെയാണ് സന്ദീപ് വാര്യർ വരുന്നത്? സന്ദീപ് വാര്യർ തീർത്തും സംഘപരിവാർ അജണ്ട അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അടക്കം ഇപ്പോൾ ഇവർക്കൊപ്പം നിൽക്കുന്ന UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന SDPI-ക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ എതിരായി, എന്തിനേറെ പറയുന്ന ഒരു ഇസ്ലാമോഫോബിയ ഹൃദയത്തിൽ കൊണ്ടുകടന്ന് അതിനെതിരെ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. ഞാനിത് ആർക്കും യാതൊരു തർക്കവുമില്ല. നാളെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് വന്ന് കയറിയതിന് ശേഷം പെട്ടെന്നൊരു മാറ്റം ഇയാളിൽ ഉണ്ടാകുമോ? അടിസ്ഥാനപരമായി അയാളിൽ ഇത്രയും കാലം വിശ്വസിച്ച് വന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വളരെ പെട്ടെന്നൊരു മാറ്റം ഇയാൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. കോൺഗ്രസ്സുകാർ എപ്പോഴും പറഞ്ഞു ഞങ്ങളൊരു മതേതര പാർട്ടിയാണ് എന്ന് ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ വർഗീയതയുടെ വിഷം വിതച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഈ വരുന്ന സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഐഷ പോറ്റി 10-20 വർഷക്കാലം CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഐഷ പോറ്റി തന്നെ നമുക്കറിയാവുന്ന പോലെ ഇതിലേക്ക് 20 വർഷക്കാലമായി CPM-ന്റെ ലേബലിൽ തന്നെ മത്സരിച്ച് ജയിച്ച് അധികാരം കൊണ്ടുനടന്ന ഒരാൾ കൂടിയാണ്. അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് ചാടുന്നു. അവരെ പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യുകയാണ്.
അവരെ അതാണ് പെട്ടെന്ന് അവര് ഈ പറയുന്ന ഈ താഴെക്കടയിലുള്ള അണികളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് ഇത്രയും കാലം കോൺഗ്രസിനെ എതിർത്ത് നിന്നവര് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അവിടെ നാലോചിച്ച് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പെട്ടെന്ന് വരുന്നു. ഐഷ പോറ്റിക്ക് പെട്ടെന്ന് ഒരു അക്കോമഡേഷൻ കൊടുക്കുന്നു. അവിടെ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി നിർണയം ആവുന്നു. ഐഷ പോറ്റി ബാലഗോപാലിനെ നേരിടാൻ വേണ്ടി സ്ഥാനാർത്ഥിയാവുന്നു. അപ്പൊ കഴിഞ്ഞ തവണ ബാലഗോപാലിനെ നേരിട്ട് രശ്മി എന്ന് പറയുന്ന വേറൊരു നേതാവ് അവിടെ നിപ്പുണ്ട്. അവർ BJP-യിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവർക്കൊരു നീക്കുപോക്ക് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പത്തനാപുരത്ത് സീറ്റ് തരാമെന്ന് പറയുന്നു. പത്തനാപുരത്ത് എന്തിന് സീറ്റ്? അപ്പൊ ജ്യോതികുമാർ ചാമക്കാല എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം പത്തനാപുരത്ത് മത്സരി ജ്യോതികുമാർ ചാമക്കാലയാണ്. ചാമക്കാലയെ ഇവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും. അപ്പം ഇവരെ BJP-യിലേക്ക് പോകുന്നു, ചാമക്കാലയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. ഇതൊരു ഉൾപാർട്ടി തല്ല് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പൊ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു നേതാവിനെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആദ്യ സമയത്ത് നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിൽ പോയി പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ DCC-ക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. DCC-യുടെ ആഗ്രഹം എന്താ? അവരാഗ്രഹിച്ചുകൊണ്ടിരുന്നത് ജനകീയനായ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവരണം എന്നായിരുന്നു. K മുരളീധരനെ അവർ ലക്ഷ്യം വെച്ചത്. അപ്പൊ K മുരളീധരൻ തൃശ്ശൂരിലെ തോൽവിയുടെ പ്രശ്നം കാരണം K മുരളീധരൻ അവിടെ മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പോസ്റ്റർ പ്രചരണം വരെ നടന്നു അവിടെ. അപ്പൊ എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ VD സതീശന്റെ പിടിച്ച പിടിയാലെയുള്ള നിലപാടും ഷാഫി പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടി വിടുമെന്നുള്ള നിലയെടുത്തു ഷാഫി പറമ്പിൽ. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചിലരെ ഇപ്പം നമ്മൾ നോക്കി പിഷാരടിയെ തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയാക്കുന്നു. പിഷാരടിക്ക് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളത്? ഏതെങ്കിലും വേദികളിൽ കയറി ഉമ്മൻചാണ്ടി അനുകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസ്സുകാരനാവൂ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം കൊണ്ടുവരുമ്പോൾ പ്രാദേശിക തലത്തിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാവും. ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ടാവും. ഇപ്പൊ തന്നെ കുറേയധികം ആൾക്കാർ ഒരു 1, 2, 3, 4, 5 സീറ്റോളം ഈ പറയുന്ന പോലെ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാതിരിക്കുകയും പാർട്ടിക്കുള്ളിലേക്ക് കടന്നു കയറുകയും ചെയ്ത നൂലിൽ കെട്ടി ഇറക്കിയവർക്ക് കൊടുക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. ബാക്കി വരുന്ന ഇപ്പൊ 90 സീറ്റ് മത്സരിക്കുന്നെങ്കിൽ ബാക്കി വരുന്ന 85 സീറ്റ് മാത്രമേ നോക്കാൻ പറ്റൂ. ഇപ്പൊ മണ്ണാർക്കാട് സീറ്റ്. അപ്പം മണ്ണാർക്കാട് സീറ്റിനെ സംബന്ധിച്ച് ഇപ്പം PK ശശി വരുന്നു. ശശി UDF-ന്റെ അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ UDF-ന് അവിടെ പിന്തുണയ്ക്കേണ്ട ഗതികേട് വരും. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചു. ശശി പറഞ്ഞു ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. മണ്ണാർക്കാട് ആരുടെയാണ്? മണ്ണാർക്കാട് ലീഗിന്റെ സീറ്റാണെന്നേ. മുസ്ലിം ലീഗിന്റെ സീറ്റാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ലീഗിന് എന്ത് ചെയ്യും? UDF അവിടെ പിന്തുണ മണ്ണാർക്കാട് ശശിയെ പിന്തുണയ്ക്കുമ്പോൾ അപ്പൊ ലീഗ് എന്ത് ചെയ്യും? ലീഗ് മത്സരത്തിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരും. അപ്പം ലീഗ് മാറിയിരിക്കേണ്ടി വരുമ്പോൾ ലീഗിന് പകരം വേറൊരു സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ അതും കോംപ്ലിക്കേഷനിലേക്ക് പോകും. ലീഗിന് മൊത്തം കൊടുക്കേണ്ട സീറ്റുകൾ കൃത്യമായി ലീഗിന് കൊടുക്കണം. 25 എന്നുള്ളത് 20, 24 കഴിഞ്ഞാൽ ലീഗിന് പ്രയാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു വലിയ കടമ്പ. ഈ കടമ്പ ചാടിക്കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാട് തന്നെയാണ്. ഇവരെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത്? ആരാ? താഴേക്കിടയിലുള്ള പ്രവർത്തകരാണ്. അപ്പൊ ഈ പറയുന്ന ഈ പ്രഖ്യാപനം എല്ലാം കഴിയുമ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ കഴിയുമ്പോൾ വലിയൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 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 വലിയ കൊഴിഞ്ഞുപോക്ക് ഇതിനകത്തുണ്ടാവും. കോൺഗ്രസ് പാർട്ടികളിലുണ്ടാവും. നിരവധി ആൾക്കാർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ അവരല്ലേ പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ ഈ പറയുന്നത് VD സതീശൻ വന്നിട്ട് പിന്നെ ഗൃഹസന്ദർശന പരിപാടി VD സതീശൻ നടത്തുമോ? VD സതീശന് സ്വന്തം മണ്ഡലത്തിൽ പറവൂര് പോയി നോക്കേണ്ടി വരും. ഇപ്പൊ പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫിന് പേരാവൂരിൽ തന്നെ ഇറങ്ങി മത്സരിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പം ഈ പറയുന്ന എല്ലാവരും ഓരോരുത്തർക്കും മത്സരിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ വന്നിട്ട് താഴേക്കിടയിൽ ഇറങ്ങി പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ VD സതീശൻ നാളെ പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങും? ഇല്ലല്ലോ. ആരാ? ഇപ്പം പിന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരാണോ പോസ്റ്റർ ഒട്ടിക്കുന്നത്? അല്ല, അവിടുത്തെ താഴോട്ടുള്ള ഘടകങ്ങളിൽപ്പെട്ടവരാണ്. ഒരു നിയോജക മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വം നിയോജക മണ്ഡലമുണ്ട്, മണ്ഡലം കമ്മിറ്റിയുണ്ട്. ഇതെല്ലാം ഇവരൊക്കെയാണ് പിന്നീട് ഈ പോസ്റ്റർ ഒട്ടിക്കലും ഇലക്ഷൻ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അവരിതിനകത്ത് പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചാലോ? ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഞങ്ങളെ പോലുള്ള കഴിവുള്ളവരെ തഴഞ്ഞിട്ട് എവിടുന്നോ വന്നു കയറി ഒരാൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു. കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ പോകുന്ന ഏതാ? ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരാൾ വന്നു കയറിയിരിക്കുന്നു, രശ്മിയെ തഴഞ്ഞിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ രശ്മിക്ക് കുറെ അധികം വോട്ട് പിടിച്ചിട്ടുണ്ട് രശ്മി കഴിഞ്ഞ തവണ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ ഇവരെ എങ്ങനെ പ്രവർത്തിക്കാൻ ഇറങ്ങും? മനസമാധാനമായിട്ട് അവർ പ്രവർത്തിക്കുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ വീഴ്ചയായി മാറും. അത് കഴിയുമ്പോഴേക്ക് ഈ പറയുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയായില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും എന്ന സാഹചര്യം വരുമ്പോൾ അവർ പാർട്ടി വിടും. ഒന്നിൽ CPM-ലേക്ക് കയറും. അല്ല, അവർക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത് BJP ആണ്. പലരും BJP-ക്ക് വളമായി മാറും. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു ഒരെണ്ണത്തിന്റെ ഒരു അടിത്തറ സ്വാഭാവികം എന്നോണം അടിത്തറ വളരും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ BJP-ക്ക് ഇവിടെ ഒരു വേരോട്ടം ഉണ്ടാവുന്നു. ഇനി തെരഞ്ഞെടുപ്പ് UDF പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ. UDF പരാജയപ്പെടുമ്പോഴത്താണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കാൻ പോകുന്നത്. UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊഴികെ ബാക്കി എല്ലാം പാർട്ടി വിടും.
ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണ 3-ാം വട്ടം കൂടി ഞങ്ങൾക്ക് ഇവിടെ അധികാരമില്ല എങ്കിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കോൺഗ്രസ്സുകാർ അനുഭവിക്കാൻ പോകുന്ന വലിയ പ്രശ്നമുണ്ട്. പിന്നെ മുന്നണി ബന്ധം ശിഥിലമാകപ്പെടും. മുന്നണിക്കകത്ത് ഇപ്പം നിൽക്കുന്ന പലരും എന്തുകൊണ്ടാണ് ഇപ്പം കുഞ്ഞാലിക്കുട്ടി നിൽക്കുന്നത്? ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ശക്തമായി നിൽക്കാൻ തുടങ്ങിയത്. ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ വന്നു തുടങ്ങിയത്. അതുവരെ യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാൽ വലിയ വോട്ട് മാർജിൻ വ്യത്യാസമുണ്ടോ? ഇല്ല, വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ വോട്ടിന്റെ കണക്ക് നോക്കുവാണെങ്കിൽ വളരെ ലക്ഷങ്ങളുടെ വ്യത്യാസം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ തന്നെയും ആ ഒരു വലിയ വ്യത്യാസമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പം ഇങ്ങനെ ലീഗ് നാളെ മറിയും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഇയാളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കില്ലേ, നമ്മുടെ ബേപ്പൂർ സീറ്റിൽ മത്സരിക്കുന്ന PV അൻവർ ഇനി സീറ്റ് ചോദിച്ചാലും PV അൻവറിന് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ വർഗീയമായ ഒരു ചേരിതിരിവിലേക്ക് PV അൻവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പം പലരും ഇങ്ങനെയൊക്കെ തന്നെ വന്ന് കയറുന്നത്. അപ്പൊ നൂലിൽ കെട്ടി ഇറക്കുന്നവർക്കെല്ലാം കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ച് നല്ല പ്രവർത്തന പാരമ്പര്യവും പരിചയമുള്ളവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ നമ്മളിപ്പം അബിൻ വർക്കിയൊക്കെ രംഗത്തേക്ക് ഇറങ്ങുന്നില്ലേ? അബിൻ വർക്കിക്കൊക്കെ എവിടെയെങ്കിലും സീറ്റ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഓജോ ജനീഷ് എന്ന് പറയുന്നവന് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് കിട്ടും. പിന്നെ രാഹുൽ എത്ര കൊടികെട്ടി സ്ത്രീ പീഡകനാന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തവണ സീറ്റ് കിട്ടും. ഉറപ്പായിട്ട് സീറ്റ് കൊടുത്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മറുപണി പണിയാൻ അറിയാവുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ സീറ്റ് കിട്ടും. എന്നാൽ പാർട്ടിയുടെ ആത്മാർത്ഥത കാണിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം നേതാക്കന്മാർ തഴയപ്പെടുകയും ചെയ്യും. ഇത് സംഭവിക്കും. ഇത് വലിയ അടിയിലേക്ക് പോകും, ഒരു കൊഴിഞ്ഞുപോക്കിലേക്ക് പോകും. ഇനി അഥവാ ഭരണം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെ കോൺഗ്രസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്.